നമസ്കാരം, ഞാൻ ഷിംജിത്ത് തില്ലങ്കേരി. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഔഷധച്ചെടിയാണ് കയ്പനരഞ്ചി എന്ന് പറയുന്ന ഈ ഔഷധച്ചെടി. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദിവാസികൾ കാട്ടു പോകുമ്പോൾ ഇതിൻ്റെ ഓരോ ഇല കഴിക്കും. മുറുക്കം പാമ്പ് കടിച്ചാൽ തന്നെ വിഷം ഏൽക്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ തേനീച്ചയെല്ലാം തേനെല്ലാം എടുക്കുമ്പോൾ കയ്യിൽ പരത്തി കഴിഞ്ഞാൽ തേനീച്ചകൾ കുത്തില്ല. ഇതുപോലെ കയ്യിൽ അടിയിൽ ഉരക്കുകയും ഉള്ളിൽ ചവക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ തേനീച്ചകളുടെ വിഷം ഏൽക്കില്ല എന്നും പറയപ്പെടുന്നുണ്ട്. നമുക്കൊന്ന് അത് നോക്കി നോക്കാം. തേനീച്ചന ഇത് കയ്യിലിങ്ങനെ എടുക്കുക. സെറ്റ് ആയില്ല. അതുപോലെ തേനീച്ച അല്ല, ഈച്ചനെ എടുത്തു കഴിഞ്ഞാൽ ഈച്ച കുത്തൂല എന്നാണ് പറയുന്നത്. അതുപോലെ ഈച്ചനെ പിടിച്ചു കഴിഞ്ഞാൽ ഈച്ച ഒന്നും അനക്കൂല. നമ്മളെ കൈ ഇത് അടുത്തേക്ക് വരുമ്പോൾ തന്നെ ഈച്ച അങ്ങനെ പോവുകയായിരുന്നു. അതിൻ്റെ മണം എന്നാന്ന് അറിയില്ല. ഇങ്ങനെ കുത്തൂലെന്നാ പറയുന്നത്. ആദിവാസികളുടെ ഇടയിൽ അവരുടെ ദിവ്യ ഔഷധം എന്നറിയപ്പെടുന്ന ഈ കയ്പനരച്ചി, അതുപോലെ തന്നെ പക്ഷാഘാതം വന്ന് തളർന്നു പോയവർക്ക് ഇതിൻ്റെ നീരുപയോഗിച്ചാൽ വീണ്ടും ചലനശേഷി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ചെടി കൂടിയാണ് കയ്പനരച്ചി എന്ന് പറയുന്ന ഈ ഔഷധച്ചെടി. അതുപോലെ എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിക്കുന്നതിന് ഇതിൻ്റെ നീരുപയോഗിച്ചാൽ അത് വീണ്ടും പൂർണ്ണ രോഗത്തിലാവുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ചെടിയാണ് ഈ കയ്പനരച്ചി.